സോറി, ഒരു മിനിറ്റ്, ഇത്തിരി ലേറ്റ് ആയി പോയി, സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. Yes, what's up everybody? Hello. Okay, നീരുന്നു ലൈറ്റ് കട്ടാവുന്നുണ്ട്. Yes. Okay. So hi. ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും അരമണിക്കൂർ ലേറ്റ് ആണ്. Okay, Jinish PG is online. Pranav, Vinu, bring them on camera. Okay, go live. Yes. ഓക്കെ, സോറി. അപ്പൊ ഞാൻ മാഹിയിലാണ് ഇപ്പൊ ഉള്ളത്. അണ്ടർവേൾഡിന്റെ ലൊക്കേഷൻ ഇവിടെയാണ്. കുറച്ചധികം ദിവസമായിട്ട് ഹായ് ഖാലിദ്. ഓക്കെ, കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ കണ്ണൂർ, തലശ്ശേരി, മാഹി ഏരിയയിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കുറെ ആളുകളൊക്കെ നേരിട്ട് കാണുന്നുണ്ട് ഇവിടെയൊക്കെ. ഈ ഓൺലൈൻ വന്ന് എവിടെയായിരുന്നു ഇത്രയും നേരം? ആദിൽ മുഹമ്മദ്. അതിൽ ഷൂട്ടിലാണ്. ഷൂട്ട് ഇപ്പൊ ജസ്റ്റ് പാക്കപ്പായി. ലാസ്റ്റ് നമുക്കൊരു ബിൽഡിങ്ങിന് പെർമിഷൻ ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് 9 മണിക്ക് മുമ്പ് ഷൂട്ട് തീർത്ത് ഇറങ്ങണമായിരുന്നു. അപ്പൊ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. ഇതാ ലൈവ് ഉണ്ട്. ഏതൊക്കെ പേജാണത്? ചങ്ങാതിക്കൂട്ടം സ്കൈലാർക്ക്, ട്രോൾ മച്ചാൻസ്. സോ ഓക്കെ, അപ്പൊ ഇവരെല്ലാരും ലൈവിലുണ്ട്. അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഞാൻ വീണ്ടും സോറി പറയുന്നു. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് അരമണിക്കൂർ ലേറ്റ് ആയത്. സോ വേറെ ഒന്നുമല്ല, മേരാ നാം ഷാജിയുടെ വിശേഷങ്ങൾ എന്റെ അടുത്ത് എന്തെങ്കിലും കൂടുതൽ ചോദിച്ചറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് പെട്ടെന്ന് വന്നത്. എലക്ഷൻ ആണ്. ഒരുപാട് തിരക്കാണ് എല്ലാ ചാനലുകളിലും. അപ്പൊ ചാനൽ പ്രൊമോഷൻസ് ഒക്കെ വളരെ കുറവാണ് ബേസിക്കലി സിനിമയുടെ കാര്യത്തിൽ. അപ്പോൾ നേരിട്ട് ഓൺലൈൻ പ്രൊമോഷൻസിനാണ് എല്ലാവരും ഇപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ രാജേഷ്, ഹലോ, താങ്ക് യു ലിസ്. കണ്ണൂരുണ്ടോ? സെൻട്രൽ ജയിലിൽ ഞാൻ വന്നിരുന്നു. സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തു. ലൂസിഫർ കണ്ടോ ഇക്ക? ലൂസിഫർ കാണാൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ആഷ്ലി, താങ്ക് യു. ജിനീഷ് ഇപ്പം ഭയങ്കര റിവ്യൂ ഒക്കെ എഴുതുന്നുണ്ട്. ഞാൻ എല്ലാ സിനിമയുടെ റിവ്യൂ, ജിനീഷിന്റെ റിവ്യൂ ആണ് നോക്കാറ്. കാരണം എന്റെ മന്ദാരമൊക്കെ എഴുതി നശിപ്പിച്ച് കളഞ്ഞു. കാണരുതെന്ന് പറഞ്ഞു. അല്ല, വളരെ ജെനുവൻ ആയിട്ട് എഴുതുന്നതാണ്. ദാറ്റ്സ് വെരി നൈസ്. ഓക്കെ, സോ ഷാജി, 3 ഷാജിമാരുടെ കഥയാണ് ഇതൊക്കെ. നിങ്ങൾക്ക് സിനിമയുടെ ഷൂട്ടിംഗ് അനൗൺസ് ചെയ്ത പോലെ എനിക്ക് അറിയാം എന്ന് ഉറപ്പുണ്ട്. നാദിർ ഷിക ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ 3ാമത്തെ ഡയറക്ടറൽ വെഞ്ചറാണിത്. അമർ അക്ബർ ആന്റണിയിൽ ഞാൻ അദ്ദേഹത്തിനൊപ്പം ഒരു ചെറിയ ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് തോന്നുന്നു ആ വർഷം ഞാൻ ചെയ്ത ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിൽ ഒരെണ്ണമായിരുന്നു. ഇപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ആ ബൈക്ക് സ്റ്റൺസിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നാദിർഷിക്കയുടെ കൂടെ സിനിമ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്താന്ന് പറഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി, ഇപ്പം നമ്മളെ പറ്റി എല്ലാരും പറയുന്നത് നമുക്ക് കുറച്ച് എന്താ പറയാ, ഭയങ്കര റിയലിസ്റ്റിക് സിനിമകൾ മലയാളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നമ്മളെപ്പോഴും തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, അല്ലെ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫെസ്റ്റിവൽ സിനിമയാണ് മേരാ നാം ഷാജി. ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ഫെസ്റ്റിവൽ മൂഡിൽ നിൽക്കുന്ന ഒരു സമയവും കൂടിയാണിത്. ലൂസിഫർ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മധുരരാജയുടെ റിലീസിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം മേരാ നാം ഷാജി റിലീസിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡ് അല്ലേ. വെക്കേഷനായി, ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു. എന്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ആഡം ഇപ്പോ അവന്റെ ഫസ്റ്റ് വെക്കേഷനാണ്. ഞങ്ങളും ഹോളിഡേ ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട്, അണ്ടർവേൾഡിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ ഒരു ഹോളിഡേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, എസ്പെഷ്യലി ഫെസ്റ്റിവൽ ഈ സീസണിൽ ഇറങ്ങുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ത്രില്ഡാണ്. പിന്നെ കുറെ അധികം നാൾ മികച്ച താരജോഡികളായി ഇരുന്ന ബിജു മേനോൻ, ചാക്കോച്ചൻ കൂട്ടുകെട്ട് പൊളിച്ച് ബിജു മേനോനെ ഞാൻ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അനുരാഗ കരിക്കും വെള്ളത്തിന് ശേഷം വീണ്ടും ബിജു മേനോന്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് മേരാ നാം ഷാജി. ഇതില് മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ചേട്ടൻ ഒരു കലക്കൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ട്രിവാൻഡ്രം ഷാജിയായിട്ട് അഭിനയിക്കുന്നത്.
എമിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ് ഇതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി എനിക്ക് ഇറങ്ങിയ 2 പാട്ടുകളും, എന്റെ ലവ് സോങ്ങും, ഞാനും നിഖിലയും കൂടെയുള്ള ലവ് സോങ്ങും, പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സൂഫി, അത് രണ്ടും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ആ പാട്ടുകളെല്ലാം കയറി കഴിഞ്ഞു. അപ്പൊ എമിൽ മുഹമ്മദ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ നാദിർഷൊക്കെ അതിനകത്തൊരു നാടൻ പാട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം വന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ശ്രീനിയേട്ടനുണ്ട്. വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ശ്രീനിയേട്ടൻ ചെയ്യുന്നത്. എന്റെ കൂടെ ത്രൂ ഔട്ട് കൊച്ചി ഷാജിയുടെ ഏറ്റവും ബെസ്റ്റ് ബഡി, ചങ്ക് ബഡി എന്നൊക്കെ പറയുന്ന പോലെ കൂടെ ധർമ്മജൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. കുന്തീശൻ എന്നാണ് ധർമ്മജന്റെ ക്യാരക്ടറിന്റെ പേര്. അസർ അലി എന്റെ പൊന്നിക്ക. അയ്യോ, ഓക്കെ, അത് പോയി. കിങ്ങിണി സോങ് പൊളിച്ചു. താങ്ക് യു റീസ്. ആഷിഫ് അലി, ലൂസിഫറിൽ ബൈജു ചേട്ടൻ ഡയലോഗ് കണ്ട ഉടൻ തീരുമാനിച്ചു FD. അതെ ബീച്ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏറ്റവും ശക്തമായ തിരിച്ചുവരവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. നായികയെ പറ്റി പറയും ജിനീഷ്. യെസ്, ഞാൻ അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാറുണ്ട്. ഒരു ഹാർഡ് കോർ ഐശ്വര്യലക്ഷ്മി നിഖില ഫാനാണ് ജിനീഷ്. ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്, ഞാൻ പോസ്റ്റൊക്കെ കാണാറുണ്ട്. സോ നായിക, അതെ, നമ്മള് ആണോ? അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഫോണിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ടാണ്. സിനിമ കാണാൻ പറ്റില്ല, കട്ട സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു മുഹമ്മദ് അജ്മൽ, താങ്ക് യു സോ മച്ച്. എപ്പോഴും നിങ്ങള് എനിക്ക്. രാഹുൽ രവി ഈസ് വാച്ചിങ്. ഹലോ രാഹുൽ. ഓക്കെ, അസർ അലി, താങ്ക് യു മാൻ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. നാദിർഷക്കയുടെ കൂടെ വീണ്ടും സിനിമ ചെയ്യുന്നു. അതും ഒരു ഫെസ്റ്റിവൽ സിനിമ. ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ നിഖിലയാണ് എന്റെ പേരായിട്ട് വരുന്നത്. ശ്രീനിയേട്ടനുണ്ട്, ബീച്ചേട്ടനുണ്ട്, ബൈച്ചേട്ടനുണ്ട്, രാകേഷ്, ഇതിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ രാകേഷ്, അദ്ദേഹവും കുറച്ചധികം നല്ല സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു സർക്കിൾ നിന്നാണ് ഈ സിനിമ പുറത്തേക്ക് വരുന്നത്. അതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മള് പ്രത്യേകിച്ച് ഈ 47 ദിവസങ്ങളോളം ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഈ സിനിമയോട് എത്രത്തോളം നീതി പുലർത്താൻ നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ബാക്കി ആഫ്റ്റർ റിലീസാണ്, നിങ്ങൾ എല്ലാവരുടെയും കയ്യിലാണ്. അപ്പൊ ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ. സൂഫി സോങ് പൊളിച്ചു. ഷാഫി, താങ്ക് യു സോ മച്ച്. മലബാറിന്റെ മണിമുത്ത് താജുദ്ദീൻ വടകരയുണ്ട്. അതെ, താജിക്ക ആക്ച്വലി എന്റെ കൂടെ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു. അന്ന് മുതലുള്ള അദ്ദേഹത്തിന് ആയിട്ടുള്ള ഒരു പരിചയമുണ്ട്. യെസ്. കാണുന്നുണ്ടോ? എനിക്ക് ഷംസുനെ കാണാൻ പറ്റുന്നില്ല, ലൈറ്റ് കുറച്ച് കുറവാണ്. ഇതിന് കുറെ അധികം റിക്വസ്റ്റ് നെറ്റിന്റെ എന്താ പ്രശ്നം? ഓക്കെ. ബ്രോ, ഓക്കെ, നെറ്റ് ഭയങ്കര സ്ലോ ആണ്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, ഹാങ് ആയി നിൽക്കുവാണ്. ഫർഹാൻ ഫാസിൽ ഈസ് വാച്ചിങ്. ഓക്കെ, അപ്പുറത്തെ കാരവനിലുണ്ട് ഫർഹാൻ ഫാസിൽ. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സീനാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ടീസർ റിലീസ് ഉണ്ടോ? ടീസർ റിലീസ് ഇനി സമയം. ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ്. ഹായ് ശ്വേത. ഹലോ. പാട്ട് കണ്ടു, സൂപ്പർ പാട്ടാണ്. ഓക്കെ, അപ്പോ ഞങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും കുന്തീഷനും ആസിഫും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? അത് എന്റെ ചേട്ടന്റെ ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ ഇദ്ദേഹമാണ്, ഗണേശേട്ടനാണ്. അപ്പൊ ഗണേശേട്ടൻ എന്നെ പറ്റി പറയുന്നത് ഇതുപോലെയുള്ള തല്ലിപ്പൊളി അലമ്പനായ ഒരു അനിയനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ആ തല്ലിപ്പൊളിയുടെ കൂടെ ഉള്ള പകുതി ഞങ്ങളൊരു 50-50 ആണ്. രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് തല്ലിപ്പൊളികളാവുന്നത്. അപ്പൊ എന്റെ കൂടെ ത്രൂ ഔട്ട് ഉള്ള ഒരാളാണ്. പിന്നെ നാദിർഷക സിനിമകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഷോട്ടിലും ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനാണ്. അപ്പൊ തീർച്ചയായിട്ടും ധർമ്മജൻ കുന്തീശനായിട്ട് വരുമ്പോ അതിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവില്ല ശ്വേത. കുന്തീശൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ പേര് കേട്ടപ്പോ വന്ന ചിരിയേക്കാൾ അദ്ദേഹത്തിനെ കാണുമ്പോ ചിരി വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ആ ക്യാരക്ടറും എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ ആ പേരും അദ്ദേഹത്തിന്റെ സ്വഭാവവും ഒക്കെ വളരെ മാച്ചിങ് ആണ്. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്വേത, താങ്ക് യു സോ മച്ച്. ഓക്കെ, കൊച്ചി ഷാജി പൊളിക്കട്ടെ. കൊച്ചി ഷാജിയും കോഴിക്കോട് ഷാജിയും ട്രിവാൻഡ്രം ഷാജിയും പൊളിക്കട്ടെ. കാലിക്കറ്റ് ഷാജി കോഴിക്കോട് ഷാജി ഇന്ന് ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം ലാൽജോ സാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി തന്നെ ഉണ്ട്. ഇന്ന് വിരാജ്പേട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയി. അപ്പൊ അതിന്റെ തിരക്കിലായി പോയി. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ലൈവ് വരായിരുന്നാണ്. ആ ഫണ്ട് നിങ്ങൾ മിസ് ചെയ്തു. ഹായ് സജു. ഹലോ ഹലോ. സാർക്ക് ലാലേട്ടനെ വെച്ച് ഒരു പടം ഡയറക്ട് ചെയ്തതോടെ ഞാൻ ആ ചോദ്യം ചോദിച്ചാൽ ആളുടെ പേര് ശ്രദ്ധിക്കാൻ മറന്നുപോയി. യെസ്, അതൊരു ഭയങ്കര ട്രെൻഡാണോ? ട്രെൻഡായി മാറും അല്ലേ? എല്ലാവർക്കും ആഗ്രഹമില്ല ലാലേട്ടന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ തന്നെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര താല്പര്യവും സ്വപ്നവുമാണ്. അപ്പൊ അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാന്നൊക്കെ പറഞ്ഞ ഐ ലൈക്ക് യുവർ സ്ക്രീൻ പ്രസൻസ് മാൻ, ഐ ലവ് യു. സുകേഷ് സുകുമാരൻ, താങ്ക് യു സോ മച്ച്. ആസിഫ്, ഞാൻ ഇക്കയുടെ വ്ലോയെ വലിയൊരു ഫാനാണ്. ഒരിക്കലും എന്റെ പേര് ആകാശ് ആർ ആകാശ് ആർ ആകാശ് ആർ ആകാശ് ആർ. ഹലോ ഹലോ. ശ്രീജിഷ്ണു. ഹലോ, കേക്കാമോ? താങ്ക് യു. വിജയ് സൂപ്പർ പൗർണമി കണ്ടായിരുന്നോ? നല്ലൊരു സിനിമ ചെയ്തതിന്റെ സന്തോഷമാണത്. പിന്നെ മെരാനാം ഷാജി 5-ാം തീയതി പോയാ. ഓക്കെ. ബിടെക് ആനന്ദ് സുബ്രഹ്മണ്യം കഴിഞ്ഞ് വീണ്ടും ഒരു മാസ് കഥാപാത്രം അണ്ടർവേൾഡ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മുഹമ്മദ് അജ്മൽ. തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല അത്. ശ്യാം ഷമ്മു പോയി. നെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാർത്തിക്, ഹലോ. എന്താണ്? അടിപൊളി. ഇത് തലശ്ശേരിയിലാണ്. അണ്ടർവേൾഡ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. ഹലോ റിസ്വാൻ. അതെ, കണ്ടിട്ടുണ്ടോ? ശരി ശരി, ഓക്കെ. അപ്പോ മേരനാം ഷാജി എന്ന് പറഞ്ഞ് നാദർഷ സംവിധാനം ചെയ്യുന്ന സിനിമ. ഈ സിനിമയെ പറ്റി നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് വന്നത്. 5-ാം തീയതിയാണ് റിലീസ്. എന്ത് പറ്റിയോ? താൻ കിടക്കുന്ന എന്താണ്? പനിയാ? അത് ശരി. എന്നിട്ട് എത്ര ദിവസമായി പനിച്ച് കിടക്കുന്നു? ദാവൂദ് എം പി, ഹായ് ആസിഫ് അലി, ഒരു വിഷ് പറയാം. ഹലോ ദാവൂദ് ഫ്രം ഖത്തർ. അപ്പൊ പോയി ഇടിയൊക്കെ ഉണ്ടാക്കി ടിക്കറ്റ് എടുത്തതിന്റെ പനിയാണോ? അതാണ് EVM കൊച്ചിയിൽ. ഞങ്ങൾ പോയിട്ട് ഇതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ കൊച്ചി ഷാജിയല്ലേ. നൈസ്. ഇതെന്തായാലും അടിപൊളി പരിപാടി. അഖിലൻ ബോസ് അണ്ടർവേൾഡ്. ഹലോ ഹലോ റിസ്വാൻ. ഹലോ, വലൈക്കും സലാം. എന്താന്ന് വിശേഷം? അത് ഇത്ര നേരത്തെ 9 മണിക്ക്? ഞാൻ സുഖമാ, അടിപൊളിയായിട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ശരി, അപ്പൊ ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാം ഒരു ദിവസം. ഓക്കേടാ, അപ്പൊ പനിയൊക്കെ മാറട്ടെ. ഗെറ്റ് വെൽ സൂൺ റിസ്വാൻ. ശരി, ബൈ. നമ്മുടെ ഹലോ, കിഡ്സിന് സുഖമല്ലേ? കിഡ്സിന് സുഖമാണ് ആസിഫ് ഭായ്. നിങ്ങൾ ഒരു മുതല. ഹലോ, എന്താണ് നമ്മുടെ തൃശ്ശൂർക്കാരെ കൊണ്ടുവരാൻ ഷാജിയായിട്ട്? ഇവിടെ തൃശ്ശൂരാണല്ലോ ബിജു മേനോൻ. അത് പറഞ്ഞിട്ട് കാര്യമല്ലോ, ആളെ കൊണ്ടുപോയില്ലേ വേറെ സ്ഥലത്തേക്ക്. അയ്യോ, നമ്മുടെ തൃശ്ശൂർ ഷാജി വേണ്ടായിരുന്നു. തൃശ്ശൂർ ഷാജി കറണ്ട് പോയി. ഞാൻ കാരവനകത്ത് ഷൂട്ടിന്റെ ഇടയില. എന്താണ് തൃശ്ശൂർ വിശേഷങ്ങളൊക്കെ? ബിജു മേനോൻ ഇവിടെ ഉണ്ടായിരുന്നു തലശ്ശേരിയില്.
അദ്ദേഹത്തിന്റെ ഒരു സിനിമ ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. സുഖം ചേട്ടാ? സുഖം സുഖം. അടിപൊളി. അപ്പൊ തൃശ്ശൂര് ലൊക്കേഷൻ ഉണ്ടോ? തൃശ്ശൂർ ഇനിയിപ്പം ഇല്ല. ഞാനിപ്പം അണ്ടർവേൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ തലശ്ശേരിയിൽ ഷൂട്ട് നടക്കുവാണ്. അത് കഴിഞ്ഞാൽ ഒരു മാസം നോയമ്പൊക്കെ ആയിട്ട് ഒരു ബ്രേക്ക് എടുത്ത് ഫാമിലിയുടെ കൂടെ കുറച്ച് ദിവസം എന്നൊക്കെയാണ് പ്ലാനിങ്. എന്നാലും തൃശ്ശൂർ വരും, പൂങ്കുന്നത്തൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മളിവിടെ മണലൂര്, തൃശ്ശൂര് സത്യനന്ദിയാണ്ട് വീടിന്റെ അടുത്ത് തന്നെ. ഓക്കെ, ശരി ചേട്ടാ, ബൈ ബൈ. അപ്പൊ ഓക്കെ, എനിക്കും ഷൂട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും. നമ്മുടെ സിനിമ മേരാ നാം ഷാജി വരുന്ന 5-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് സിനിമകളും. ശരണ്യ ബാബു, ഹായ്. ഹലോ ഹലോ. വളരെ അപ്രതീക്ഷിതമായി കണക്ട് ആയതാണല്ലേ? ആണ് ഓടിക്കളഞ്ഞ. എന്തൊക്കെയുണ്ട്? നല്ല വിശേഷമുള്ളൂ. ഞാൻ മേരാ നാം ഷാജിയുടെ റിലീസ്, അപ്പൊ അതിന് വേണ്ടിട്ട് പ്രൊമോഷൻ ഒന്നും സമയം കിട്ടിയില്ല. കുറച്ച് തിരക്കായിരുന്നു ഇവിടെ, അണ്ടർവേൾഡിന്റെ ഷൂട്ടും ഒക്കെ ആയിട്ട് തലശ്ശേരി. ഞാനത് സോങ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല സൂപ്പർ പാട്ട് കേട്ടോ. എന്തോ ഭാഗ്യമുണ്ട്, നല്ല പാട്ടുകൾ കിട്ടും എല്ലാ സിനിമയിലും. ഇതെന്റെ വൈഫാണ് കേട്ടോ. ഓ അത് ശരി. ഹലോ ഹലോ. എന്തുണ്ട് വിശേഷം? ഹായ്, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അറിയാണ്ട് കോള് കണക്ട് ചെയ്തയാ. അതാണ് ഭാഗ്യം, അങ്ങനെയാണ്. ശരി. അപ്പൊ താണക്കോ എവിടെയാണ്? ഹലോ, കേക്കാമോ? നിതിൻ. ഹലോ ആസിഫിക്കോ. എന്തോ നിതിൻ. കണ്ടല്ലേ ആസിഫിക്ക്, എന്തുണ്ട് മച്ചാനെ? നല്ല വിശേഷം മച്ചാനെ, അടിപൊളിയായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? മേരാ നാം ഷാജി. അതാ പോയി. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് മേരാ നാം ഷാജി. ഓക്കെ. മഷൂഖ് മച്ചു, കൊറേ നാളായല്ലോ കണ്ടിട്ട്. വീഡിയോ കോളിന് റിക്വസ്റ്റ് ചെയ്തിട്ടേക്കുന്നത്. ആരോമൽ, എന്താണ് വിശേഷം? പിന്നെ അടിപൊളിയല്ലേ, പടം പൊളിക്കും. ബിജു മേനോന്റെ കൂടെ ചെയ്ത പടമാണ്. എന്താണ്, എവിടെ സ്ഥലം എവിടെയാണ്? ഇത് ആരൊക്കെ? ഫുൾ ഫാമിലി ഉണ്ടല്ലോ. പാറശാല, അത് ശരി. നിങ്ങളുടെ ട്രിവാൻഡ്രം ഷാജി ഉണ്ട്, ബൈജു ചേട്ടൻ. അടിച്ചു പൊളിക്കും. ശരി ശരി, ഓക്കെ. അപ്പൊ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയും. പോയി കാണാൻ നല്ലൊരു വെക്കേഷൻ, കലക്കൻ വെക്കേഷൻ ആവട്ടെ. ഇതിലും നമുക്ക് ശരി. അപ്പൊ ഇനിയും സമയം കിട്ടുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാം. സിനിമയെ പറ്റി പറയാന്നുള്ളത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ശരി. ഗുഡ് നൈറ്റ്. ബൈ 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 ബൈ.